عن ابن كعب بن مالك رضي الله عنه عن أبيه قال മഹാനവറുകൾ പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബിസലാസി അസ്വാബിഅ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 3 വിരലുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഭക്ഷണത്തിന്റെ മര്യാദകൾ, സുന്നത്തുകൾ ഇതൊക്കെയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ 3 വിരലുകൾ ഉപയോഗിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നത്. ഈ 3 വിരലുകൾ ഉപയോഗിച്ച്, ആ 3 വിരൽ ഉപയോഗിച്ച് നാം ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യേകത, കൂടുതൽ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഒരുപാട് തവണ ഭക്ഷണം എടുക്കേണ്ടി വരും. നമ്മളൊക്കെ 5 വിരൽ ഉപയോഗിച്ചിട്ട് ചിലരൊക്കെ അങ്ങനെ ഉരുളൊക്കെ കെട്ടിയിട്ട് വലിയ ഉരുളകളായിട്ട്, ചിലരൊക്കെ ഭക്ഷണത്തോട് കാണിക്കുന്നത് എന്തോ ഒരു പടപെട്ടുന്നത് പോലെയാണ്. ഭക്ഷണം മുന്നിലെത്തിയില്ല, അങ്ങനെയല്ല വേണ്ടത്. വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അല്പം കഴിക്കണമെന്ന്, അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരമാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉമ്മമാരൊക്കെ വലിയ വായു, വലിയ വായു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വലിയ ഉരുളകളാക്കിയിട്ട് വായിലേക്ക് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയല്ല, ചെറിയ ചെറിയ ഉരുളകളാക്കി കുറെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. വലിയൊരു പാത്രത്തിൽ എടുത്തിട്ട് 4 ഉരുളയാക്കി ഉരുട്ടി വെച്ച് അങ്ങ് കൊടുത്താൽ വേഗം തീരും, ശരിയാണ്. പക്ഷെ ചെറിയ ഉരുളകളാക്കി കുറെ സമയം എടുത്ത് കൊടുക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ അല്പാൽപമായി കൊടുക്കണം. നമ്മുടെ വയറിന് വല്ലാണ്ട് നിറക്കരുത്. കാരണം നാം നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രമാണ് നിങ്ങളുടെ വയറെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വയറ് നിറക്കുന്ന മുഅ്മിനിന്റെ വിശേഷണമേ അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, അന്ന റജുലൻ യഅകുലു അകലൻ കസീറ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം വളരെ കൂടുതൽ നന്നായി ഭക്ഷണം കഴിക്കും. ഫഅസ്ലമ, ഞങ്ങളൊക്കെ അറിയുന്ന മനുഷ്യനാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിമായി. ഫകാന യഅകുലു അകലൻ ഖലീല, പിന്നെ അദ്ദേഹം വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. റസൂലുള്ളാഹിന്റെ ഉപദേശമൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഭക്ഷണം വല്ലാണ്ട് കഴിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അദ്ദേഹം ഉണ്ടല്ലോ ഒരുപാട് നല്ല ഭക്ഷണം, നല്ല ഫുഡിയായ മനുഷ്യനായിരുന്നു, ഇപ്പൊ വളരെ കുറച്ച് മാത്രമേ നബിയെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅൻ വാഹിദ്. മുഅ്മിനായ മനുഷ്യൻ ഒരു ആമാശയം മാത്രമാണ് നിറക്കുന്നത്, എന്നാൽ വൽ കാഫിറ യഅകുലു ഫീ സബഅതി അംആ. കാഫിറായ മനുഷ്യൻ, അവിശ്വാസി 7 ആളുടെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഅ്മിനിന്റെ സംസ്കാരം അല്ല ഭക്ഷണം കൂടുതൽ കഴിക്കുക എന്നത്. അപ്പൊ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റമാണ് നിമിതങ്ങൾ കാണിക്കുന്നത്. 3 വിരൽ കൊണ്ട് കഴിക്കും. ഒരുപാട് എടുക്കേണ്ടി വരും, കുറേ തവണ എടുക്കേണ്ടി വരും. നമുക്ക് തന്നെ മടുക്കും, അല്ലേ? അപ്പൊ അതങ്ങനെ ശീലിക്കണം. നമുക്കൊന്ന് കഴിയോ ഇല്ലേന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരണം. ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കേണ്ട രീതി, അതാണ് അദബ്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത ഒരു സുന്നത്താണ് ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ചില അസറുകൾ ഉണ്ടാവും, കയ്യിൽ പറ്റി പിടിച്ചിരിക്കും, അല്ലെ? അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമായിരുന്നു എന്ന് ഹദീസ്. അതങ്ങനെ ചെയ്യണം. ഇപ്പൊ അതൊന്നും ചെയ്യൂല. ചിലർക്കൊക്കെ മടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക? അതൊന്നുമല്ല, നമ്മളെ സംസ്കാരമാണ്. അതൊക്കെ ചെയ്യണം, അത് സുന്നത്താണ്. നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അത്രത്തോളം. കാരണം ബറക്കത്ത് എവിടെയാണെന്ന് അറിയില്ല. ഇനിയും അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അല്ലാഹു ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ തരുന്ന റിസ്ക് അത് അല്ലാഹു ബറക്കത്തുള്ള റിസ്കാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്ത് നമ്മളെ ആരോഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടത് എല്ലാം നീ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കണേ റഹ്മാനെ. ഇതിലെ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, നിങ്ങൾക്ക് എപ്പോഴാണ് മരണമെന്നറിയില്ല. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്നൊക്കെ കാവലേകണേ അല്ലാഹ്.
പടച്ചോനെ ഇന്നത്തെ ദിവസം സുബഹ് ജമാഅത്തിന് നടത്തിയ മുഅ്മിനീങ്ങൾ ഈ ക്ലാസ്സും കഴിഞ്ഞു പോകുന്നു. അല്ലാഹ് അവർക്ക് വലിയ ഖൈർ നൽകണേ റഹ്മാനെ, നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീട്ടാനുള്ള വഴി നീ ഒരുക്കണേ റഹ്മാനെ. രോഗികളുണ്ട്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. പലപ്പോഴും ജമാഅത്തിന് വരുന്നവർ രോഗം കൊണ്ട് വരാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അവരുടെ എല്ലാ അസുഖങ്ങളും നീ പെട്ടെന്ന് തന്നെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.